തോമസ് ഐസക്ക് എൻ്റെ വളരെ അടുത്ത സ്നേഹിതനും വളരെ അടുത്ത സുഹൃത്തുമാണ്. തമാശ പറയാറുണ്ട്. ഇങ്ങനത്തെ തമാശ പറയുമോ? കൊണ്ടാണ് ഇത് ചെയ്തത്. 172 പേജ് ഇത്ര ദിവസം കൊണ്ട് എങ്ങനെ ഉണ്ടാക്കി? 172 പേജൊക്കെ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഗവൺമെൻറ്റിനുണ്ട് 10 ദിവസം കൊണ്ട്. ഞങ്ങളത് ചെയ്തു. ഒരു ഉപയോഗിച്ചിട്ടില്ല എന്ന് കെ ചന്ദ്രശേഖരൻ പറഞ്ഞു. ഇനി ഉപയോഗിച്ചാൽ എന്താ തെറ്റ്? ഞങ്ങൾ ഉപയോഗിക്കും ഇനിയുള്ള കാര്യങ്ങൾക്ക്. ഇതിലുപയോഗിച്ചിട്ടില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾ ഈ ഗവൺമെൻറ് ഉപയോഗിക്കും. ഡാറ്റ ഡ്രിവൺ ഗവേണൻസ് ആണ് വരാൻ പോകുന്നത്. അതിൻ്റെ ഭാഗമായി ടൂൾസ് ഉപയോഗിക്കും. ഞങ്ങളതിൻ്റെ സ്റ്റഡി തുടങ്ങിക്കഴിഞ്ഞു. ഞങ്ങൾ അതിന് ആവശ്യമായ ആളുകളെ ചുമതലപ്പെടുത്തി കഴിഞ്ഞു. അത് ചെയ്താൽ എന്താ തെറ്റ് ഒരു ഗവൺമെൻറ്? പിന്നെ പറഞ്ഞു ട്രഷറിയിലെ ബാലൻസ് അല്ലേ ഒരിക്കലും പുറത്തറിയാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ? ഒരിക്കലും പുറത്തറിയാൻ പാടില്ല എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം പറഞ്ഞല്ലോ. അതാണല്ലോ ഒരു ആക്ഷേപം. ട്രഷറിയിൽ 6000 കോടി രൂപ ബാക്കിയുണ്ടെന്ന് ആദ്യം പറഞ്ഞാരാ? മുൻ ധനമന്ത്രി KN ബാലഗോപാൽ. അവർ രഹസ്യം, ബജറ്റ് രഹസ്യം അല്ലെന്നാണ് ട്രഷറി രഹസ്യം. ട്രഷറിയിലെ ബാലൻസ് പുറത്തു പറയാൻ പാടില്ല. ട്രഷറിയിലെ ബാലൻസ് ആദ്യം പുറത്തു പറഞ്ഞ ആള് മുൻ ധനകാര്യമന്ത്രി. ഇതൊന്നും ഒരു രഹസ്യമില്ലെന്ന്. അല്ല, കിഫ്ബി നമ്മൾ റീസ്ട്രക്ചർ ചെയ്യും. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ എന്തൊക്കെ വാർത്തയാണ് ഓരോരുത്തർ കൊടുക്കുന്നത്? ശ്രീധരൻ ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നു തന്നു. ആ പ്രോജക്റ്റ് നടപ്പാക്കാൻ തീരുമാനിച്ചു. ആര്? എവിടെ തീരുമാനിച്ചു? അല്ലല്ല, എവിടെ തീരുമാനിച്ചു? ആള് എത്ര പേര് വാർത്ത കൊടുത്തു? എന്നിട്ട് കുറേ പേര് തർക്കമാണ്. അതിൽ സ്റ്റാൻഡ് ഗേജ് ആണ്, ഇതിൽ മീറ്റർ ഗേജ് ആണ്. എന്നിട്ട് ഗവൺമെൻറ് എന്തിനു സ്റ്റാൻഡ് ഗേജ് അപ്രൂവ് ചെയ്തു? അദ്ദേഹത്തെ പോലത്തെ ഒരാൾക്ക് ഞങ്ങളുടെ അടുത്ത് കൊടുത്തിട്ട് ഒരു പ്രോജക്റ്റ് തന്നു. അത്രേ നടന്നുള്ളൂ. ഞങ്ങളെന്താ ചെയ്തത്? അത് സ്റ്റഡി ചെയ്യാൻ ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ഒരു റെയിൽവേ എക്സ്പേർട്ട്, ഒരു എൻവയൺമെൻറ്റ് എക്സ്പേർട്ട്, ഒരു ഫിനാൻസ് എക്സ്പേർട്ട്. ഈ 3 ആസ്പെക്റ്റും അതിൽ പരിശോധിക്കണം. റെയിൽവേ ആംഗിളിൽ നിന്ന് ഏതാണ് കേരളത്തിന് അനുയോജ്യം? ഇപ്പോഴത്തെ മോഡേൺ സ്പീഡ് കോറിഡോർ എങ്ങനെയാണ് ചെയ്യുന്നത്? സ്റ്റാൻഡ് ഗേജ് ആണോ, മീറ്റർ ഗേജ് ആണോ, പില്ലറിലാണോ, എംബാങ്ക്മെൻറ്റിലാണോ, എങ്ങനെയാണ് ചെയ്യുന്നത്? ഇപ്പോൾ തന്നിരിക്കുന്ന പ്രപ്പോസൽ അത് പറ്റിയതാണോ? നമ്മൾ സിൽവർ ലൈനിനെതിരായിട്ടുള്ള ഞങ്ങളുടെ അലിഗേഷൻ എന്താ? 2 കാര്യമാണ് പറഞ്ഞത്. അത് ഇക്കണോമിക്കലി ഫീസിബിൾ അല്ല, നമ്പർ 1. നമ്പർ 2, അതൊരു എൻവയൺമെൻറ്റ് ഡിസാസ്റ്റർ ആയിരിക്കും. കേരളം പോലുള്ള വളരെ ക്ലൈമറ്റ് ചേഞ്ച് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ ഇതുപോലത്തെ ഏത് പ്രോജക്റ്റ് വന്നാലും ഈ ഗവൺമെൻറ് അത് പരിശോധിക്കും. അതിൻ്റെ എൻവയൺമെൻറ്റ് ഇമ്പാക്റ്റ് പരിശോധിക്കും. അതുകൊണ്ടാണ് ആദ്യമായിട്ടാണ് നമ്മളൊന്നും ഗവൺമെൻറ് കമ്മിറ്റികളിലൊന്നും എൻവയൺമെൻറ്റ് എക്സ്പേർട്സിനെ വയ്ക്കാറില്ല. എൻവയൺമെൻറ്റ് എക്സ്പേർട്ടിനെ കൂടി വെച്ചിട്ടാണ് ആ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. വിത്തിൻ 3 വീക്സ് അവരതിന് ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് തരും. എന്നിട്ട് ഞങ്ങളത് പഠിക്കും, എന്നിട്ട് തീരുമാനമെടുക്കും. ശ്രീധരൻ വന്ന് എന്നെ കാണണം എന്ന് പറഞ്ഞാൽ എനിക്ക് കാണണ്ടെന്ന് പറയാൻ പറ്റും? അദ്ദേഹം ഒരു റിപ്പോർട്ട് തന്നു. ഞാനത് വാങ്ങിച്ചു വെച്ചു. ഞാൻ പോലും വായിച്ചു നോക്കുന്നതിന് മുമ്പേ വാർത്ത വന്നത് ഗവൺമെൻറ് പ്രഖ്യാപിച്ചു എന്ന് പുതിയ പദ്ധതി. ഭയങ്കരം തന്നെ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഞങ്ങൾ പറഞ്ഞത് തന്നെ നിങ്ങൾ എന്നോടൊന്ന് അഭിപ്രായം ചോദിച്ചപ്പോൾ ഞാൻ അതൊക്കെ പറഞ്ഞല്ലോ. മോഡിയെ കാണാൻ പോയിട്ട് ഞാനിതൊക്കെ ചെയ്യിപ്പിച്ചതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, റെയ്ഡൊക്കെ നടത്തിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം ചോദിച്ചപ്പോൾ പറഞ്ഞു അതൊരു കേസ് രജിസ്റ്റർ ചെയ്ത് നടക്കുന്ന നടപടിക്രമങ്ങളുടെ ഭാഗമാണ്. ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ട് കോടതിയിൽ അവർ പോയി, ഹൈക്കോടതിയിൽ ഇത് അന്വേഷണം നിർത്തിവെക്കണമെന്ന് പറഞ്ഞു. കോടതി ആ പെറ്റീഷൻ റിജക്റ്റ് ചെയ്തു. എന്നിട്ട് അന്വേഷണം തുടരാൻ പറഞ്ഞു. ഡിവിഷൻ ബെഞ്ചിൽ വീണ്ടും പോയി. ഡിവിഷൻ ബെഞ്ചും ആ പെറ്റീഷൻ റിജക്റ്റ് ചെയ്തു. വീണ്ടും അന്വേഷണം നടത്താൻ പറഞ്ഞു. എന്നിട്ട് എങ്ങനെ അന്വേഷിക്കണം, റെയ്ഡ് നടത്താമോ, ചോദ്യം ചെയ്യാമോ, സമൻസ് അയക്കാമോ എന്നൊക്കെ പറയാൻ കേരള ഗവൺമെൻറ്റിന് എന്ത് ജൂറിസ്ഡിക്ഷനുള്ളത്? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതേ അഭിപ്രായമല്ലേ ഇപ്പോൾ ഈ സമൻസ് അയച്ചതിനെ കുറിച്ച് CPM പറഞ്ഞേക്കണത്? CPM പറഞ്ഞ എന്താ അഭിപ്രായം? നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ എന്നല്ലേ CPM നേതാക്കൾ ഇപ്പോൾ പറയുന്നത്? ഞാൻ ചോദിക്കുന്നത്, നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ എന്നാണ് ഇപ്പോഴത്തെ CPM നേതാക്കളുടെ പ്രതികരണം. അത് തന്നെയല്ലേ ഞാൻ അന്ന് പറഞ്ഞത്. ഞാൻ ആദ്യം പറഞ്ഞത് ഇവർ രണ്ടാമത് പറയുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അല്ല, ആ നിലപാട് വന്നപ്പോഴും ഞങ്ങൾ അന്വേഷണമായിട്ട് സഹകരിക്കുകയായിരുന്നു. ഇത് രാഷ്ട്രീയമായ കേസാണെങ്കിൽ CPMന് രാഷ്ട്രീയമായി അതിനെ എതിർക്കാനുള്ള അവകാശമുണ്ട്. ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ റെയ്ഡ് ചെയ്യാൻ വരുമ്പോൾ EDയുടെ വണ്ടി തല്ലി പൊളിക്കുക, അതിൻ്റെ അതിരിക്കുന്ന ആളുകളെ അടിച്ചാൽ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനാണ്. അവിടെ പോലീസ് ഇടപെടും. അതൊന്നും നടക്കില്ല കേരളത്തിൽ.
അതൊന്നും നടക്കില്ല. അതിലിടപെടും. നമ്മൾ 55 മണിക്കൂർ രാഹുൽ ഗാന്ധിയെ ഇൻട്രോഗേറ്റ് ചെയ്തില്ലേ? അവരവിടെ പോയി ഇരുന്നില്ലേ? മനസ്സിലായില്ലേ? കേസല്ലേ? ഇപ്പൊ CPM നേതാക്കൾ എല്ലാവരും പറയുന്നുണ്ടല്ലോ. ഇപ്പൊ ഇഷ്ടിക കയ്യിലെടുത്തില്ലല്ലോ സമൻസ് അയച്ചപ്പോ. ഇഷ്ടിക കയ്യിലെടുത്തോ? ഇഷ്ടിക കയ്യിലെടുത്തില്ല. നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്ന് അത് മാത്രമേ ഞാനും പറഞ്ഞുള്ളൂ അന്ന്. ഞാൻ ചോദിക്കട്ടെ, ആ നിലപാട് ഞങ്ങൾ അതിനെ എതിർത്തതാണ്. മാധ്യമങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയതിന്. ആ ഓർഡർ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഞങ്ങളത് പരിശോധിച്ച് ഒരു നടപടി സ്വീകരിക്കുക. ഞങ്ങൾ പരിശോധിച്ചിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഇത് എത്ര ദിവസമായി നമ്മൾ വന്നിട്ട്? ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം, അതിൻ്റെ നന്ദി പ്രമേയത്തിൻ്റെ ചർച്ച, വൈറ്റ് പേപ്പറിൻ്റെ അവതരണം, ബജറ്റിൻ്റെ പ്രിപ്പറേഷൻ, നിരവധി ഗ്യാരണ്ടിയിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ, ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഞങ്ങൾ ആ കാര്യത്തിൽ ഒരു നടപടി സ്വീകരിക്കും. അതിനു മുൻപേ ഞങ്ങളെല്ലാ മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ 2018 ഓർഡർ നിലനിൽക്കുകയാണ്. അപ്പം നിലനിൽക്കുക. അത് മാറ്റാനൊരു ഗവൺമെൻറ് ഓർഡർ തന്നെ വേണം. സർക്കുലറാണ് ഇറക്കിയത്. 2015-11-2018 ഇറക്കിയ മാർഗനിർദ്ദേശങ്ങളാണ് ആ സർക്കുലർ നിൽക്കുന്നത്. സെക്രട്ടേറിയറ്റിനകത്ത്, സെക്രട്ടേറിയറ്റിന് പുറത്ത് എന്ന് പറയുന്ന നിർദ്ദേശങ്ങൾ. അത് പരിശോധിച്ച് നമ്മളൊരു നടപടി സ്വീകരിക്കണം. അതിനു മുമ്പ് ഞങ്ങൾ മാധ്യമങ്ങളെ പുറത്താക്കി എന്ന് പറയുന്നത്, വാർത്ത കൊടുക്കുന്നത് ശരിയാണോ ഇല്ലയെന്ന് നിങ്ങൾ ആലോചിക്കുക. പിന്നെ ഗേറ്റ് ഫുൾ ടൈം അടച്ചിട്ടിരിക്കുകയായിരുന്നു. ആ ഗേറ്റ് തുറന്നു. ആ ഗേറ്റിന്റെ മുമ്പിലേക്ക് ഒരു ജാഥയുമായിട്ട് വരുമ്പോൾ ആ ഗേറ്റ് അടയ്ക്കില്ലേ? ആ ഗേറ്റ് അടച്ചിട്ടല്ലേ പ്രതിരോധം തീർക്കുന്നത്, അല്ലേ? അതവിടെ ഇങ്ങോട്ട് ഒരു ആക്രമണം ഉണ്ടാകാതിരിക്കാൻ സമരങ്ങൾ വരുമ്പോൾ ഗേറ്റ് അടയ്ക്കും. അല്ല അത് നോക്കാം, അത് പരിശോധിക്കും. ഗവൺമെന്റ് ഒരു നിർദ്ദേശവും കൊടുത്തിട്ടില്ല. ഗവൺമെന്റ് അത് തുറക്കണം എന്നാണ് പറഞ്ഞിരുന്നത്.